ഹേ പ്രഭു ഏ ക്യാ ഹുവ എന്നൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ പത്തനാപുരത്ത് വന്ന് ഗണേശ പ്രഭുവിന്റെ മുഖത്ത് നോക്കി തന്നെ പറയണം. അതാണ് അവസ്ഥ. ക്യാമറയും പരിവാരങ്ങളുമായുള്ള ആ എഴുന്നള്ളത്ത് കണ്ടോ, എന്ത് ചേലാണ്! ഇതെന്തൊരു പ്രഹസനമാണ്! തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഗ്രൂപ്പിൽ പെടുത്തിയ അതിൽ പെട്ടുപോയ പത്തനാപുരത്തെ കുറേയധികം ഓൺലൈൻ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ഒരു മഹാസംഭവം എന്ന രീതിയിൽ അവതരിപ്പിച്ച നാടകം പത്തനാപുരത്ത് താലൂക്ക് ഓഫീസിൽ ഇതാ പൊളിഞ്ഞ് പാളീസായി. നാടറിഞ്ഞ പലതരത്തിലറിഞ്ഞ മഹാനടനാണ്. പക്ഷേ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ ചില ചിത്രങ്ങൾ തിരഞ്ഞെടുത്തിൽ വന്ന ആ പാളിച്ച ഈ നടനും സംഭവിച്ചിരിക്കുന്നു. ഇനി OCD വല്ലമാണോ എന്നറിയില്ല, ഇനി ആ രോഗം പകരുന്നതാണോ എന്നും അറിയില്ല. ഇവിടെ തിരക്കഥയിലും സംവിധാനത്തിലും വന്ന അപാകതയാണ് വില്ലനായത്. ചാനലുകൾക്ക് കുറച്ച് സമയം ലൈവ് ഓൺ എയർ വെറുതെ പാഴായിപ്പോയി കേട്ടോ. പത്തനാപുരം താലൂക്ക് ഹോസ്പിറ്റലിൽ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സൈറ്റ് സന്ദർശിച്ച ഇടത് സ്ഥാനാർത്ഥിയുടെ നാടകത്തിന്റെ ഞട്ടും ബോൾട്ടുമാണ് ഇതാ ഇളകിപ്പോയത്. ഇതിനോടൊപ്പം താലൂക്ക് അനുവദിച്ച പല നിയോജക മണ്ഡലങ്ങളിലും താലൂക്ക് ഹോസ്പിറ്റൽ യാഥാർത്ഥ്യമായി പ്രവർത്തന സജ്ജമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ നാടകം പത്തനാപുരത്ത് താലൂക്ക് ഓഫീസ്. പത്തനാപുരത്ത് നിന്നും കെട്ടിടം പണി മാത്രം നടക്കുന്ന സ്ഥിതിയിലേക്ക് ദയനീയമായ ദൃശ്യങ്ങളാണത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്ത് അനുവദിച്ച താലൂക്കാണ് പത്തനാപുരം താലൂക്ക്. താലൂക്ക് വന്ന് ഇന്നേക്ക് 13 വർഷം കഴിയുന്നു. അപ്പോഴും താലൂക്കുമായി ബന്ധപ്പെട്ട പല സ്ഥാപനങ്ങളും ഇന്നും പത്തനാപുരത്തേക്ക് കടന്നു വന്നിട്ടില്ലെന്നത് യാഥാർത്ഥ്യവും വസ്തുതയും ദുഃഖകരവുമാണ്. പലതും വെട്ടിയിട്ട തേങ്ങാക്കുല പോലെ ചിതറിപ്പോയതുപോലെ മണ്ഡലത്തിന്റെ പലയിടത്തും അട്ടിയിട്ട് കിടക്കുകയാണ്. എന്നിട്ടും വികസന നായകനെന്ന പരിവേഷമാണ് ചില ആളുകൾ പത്തനാപുരത്തെ ആ MLAക്ക് ചാർത്തി കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ പെയിന്റ് അടിച്ച് ഉദ്ഘാടനം നടത്തുന്ന ഒരു സാഹചര്യവും വന്നേനെ. പക്ഷേ ഒരു പണിയും തീരാത്ത താലൂക്ക് ഓഫീസിൽ ഒരു കാരണവശാലും അത് നടക്കില്ല. കാരണം ഭിത്തിയിലെങ്ങാനും സിമന്റ് പോലും പൂശിയിട്ടില്ല. സിമന്റ് കട്ടയിൽ വെള്ളം പൂശുന്നത് ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കുന്നതിന് തുല്യം. പക്ഷെ ഗണേഷ് കുമാർ പലയിടത്തും ഈ ഐസ് കട്ടയിൽ പെയിന്റ് അടി പയറ്റി നോക്കിയിട്ടുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് ആ സാഹസത്തിന് MLA മുതിർന്നില്ല. അതിന് പകരമായി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സൈറ്റ് സന്ദർശനം നടത്തി താൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടേ കണ്ടോ എന്ന വിശദീകരണമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ കടന്നു വന്നത് തെറ്റാണ്. പിന്നീടാണ് അബദ്ധം ജനനായകന് മനസ്സിലായത്. ജനനായകനോ ജനവിരുദ്ധ നായകനോ? താലൂക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിയോജകമണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളുടെ ഫണ്ടുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചാണ് ഈ കെട്ടിടം കെട്ടിയുയർത്താനുള്ള സ്ഥലം വാങ്ങാൻ നടപടികൾ സ്വീകരിച്ചത്. സ്ഥലം MLAയുടെ കിഫ്ബി ഫണ്ടിൽ നിന്നുമാണ് കെട്ടിട നിർമ്മാണത്തിന് തുക അനുവദിച്ചത്. അത് മാത്രമേ MLA പരിശ്രമിച്ചുള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥാവകാശം 6 പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനുമാണ്. അത് സത്യം. അത് ശിങ്കടികളിൽ ഒരാൾ വിനയ പരിസരം ഓർമ്മപ്പെടുത്തിയതോടെ ജനനായക അവതാരത്തിന് കിളി പോയത്രേ. എന്തായാലും തോൽവി ഉറപ്പിച്ച ഈ സാഹചര്യത്തിൽ ഇനിയും എന്തൊക്കെ നാടകങ്ങളാണ് കാണാനിരിക്കുന്നതെന്ന് പത്തനാപുരത്തുകാർക്ക് കണ്ടറിയാം.